ആർക്കും എന്തും എവിടെയും ചെയ്യാം എന്ന അവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അഭിമാനിക്കുന്ന കേരളത്തിൻ്റെ പേർ ചെകുത്താന്മാരുടെ സ്വന്തം നാട് എന്ന് മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. 2.5 വയസ്സുള്ള പെൺകുഞ്ഞ് കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് ആ കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയത്തിൽ പരിക്കേൽപ്പിച്ച, മുറിവ് വരുത്തിയ ആയമാരെ പിരിച്ചുവിട്ടതുകൊണ്ട് മാത്രം അതീവ ഗുരുതരമായ മനുഷ്യത്വരഹിതമായ ഈ നടപടിക്ക് പരിഹാരമാകുമോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായ സംസ്ഥാന ശിശുക്ഷേമ സമിതി, അവിടെയാണ് ഈ കൊടും ക്രൂരത നടന്നിരിക്കുന്നത്. ശിശുക്ഷേമ സമിതിയിൽ വളർത്തുന്ന അനാഥരായ കുട്ടികൾ, ആ കുട്ടികൾക്ക് നേരെയാണ് ഈ ക്രൂരത. ആലോചിച്ച് നോക്കൂ, ലോകത്തെവിടെയെങ്കിലും ഇത്തരമൊരു സംഭവം കേട്ടിട്ടുണ്ടാവുമോ? 2.5 വയസ്സുള്ള ഒരു കുഞ്ഞ് കിടക്കയിൽ മൂത്രമൊഴിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ കിടക്കയിൽ മൂത്രമൊഴിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ഞാനും നിങ്ങളും ഉൾപ്പെടെ, മുഖ്യമന്ത്രി അടക്കമുള്ളവരെല്ലാം കുഞ്ഞായിരിക്കുമ്പോൾ അത്തരം ഗുരുതരമായ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? അന്ന് നമ്മുടെ അച്ഛനമ്മമാരോ നമ്മുടെ ആയമാരോ നമ്മുടെ ജനനേന്ദ്രിയത്തിൽ ഇതുപോലെ മുറിവേൽപ്പിച്ചിട്ടുണ്ടോ? മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിലേക്ക്, പ്രതികരണശേഷിയില്ലാത്ത ഒരു സമൂഹമായി നാം മാറിയിരിക്കുന്നു. ഇതിന് പരിഹാരം കണ്ടെത്താനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, പ്രതിപക്ഷത്തിനുമുണ്ട്. എന്ത് സംഭവിച്ചാലും നടപടി എടുക്കാൻ മടിക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് വീഴ്ചയുണ്ടായാലും അതിനെതിരെ പ്രസ്താവനയും പത്രസമ്മേളനവും മാത്രം നടത്തുന്ന പ്രതിപക്ഷം. പണ്ടൊരിക്കൽ എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, എ കെ ആന്റണി പ്രതിപക്ഷ നേതാവായിരിക്കെ കെ മുരളീധരൻ, KPCC പ്രസിഡൻ്റായിരുന്ന കെ മുരളീധരൻ പറഞ്ഞ ഒരു പ്രശസ്തമായ പ്രയോഗമുണ്ട്: പ്രതിപക്ഷത്തെ മുക്കാലിൽ കെട്ടിയടിക്കണം. അങ്ങനെ പ്രതിപക്ഷത്തെ മുക്കാലിൽ കെട്ടി അടിക്കേണ്ട അവസ്ഥയിലേക്ക് കേരളം എത്തി നിൽക്കുകയാണ്. എന്താണ് ശിശുക്ഷേമ സമിതിയിൽ സംഭവിച്ചത്? സിന്ധു, മഹേശ്വരി, അജിത എന്ന് പേരുകാരായ 3 ആയമാരാണ് ഈ കൊടുംക്രൂര ചെയ്തത്. അജിതയാണ് കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയത്തിൽ പരിക്കേൽപ്പിച്ചത്. നുള്ളി പരിക്കേൽപ്പിച്ചു എന്നാണ് പരിശോധനയിലും മെഡിക്കൽ റിപ്പോർട്ടിലും പറയുന്നത്. മറ്റ് 2 പേർ, സിന്ധുവും മഹേശ്വരിയുമാകട്ടെ, കുഞ്ഞിൻ്റെ ദേഹത്തെല്ലാം മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 3 പേരും ഒരുപോലെ കുറ്റക്കാരാണ്. ഇവരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലാണ് ഈ സംഭവങ്ങൾ. അതിൻ്റെ ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയാണ്. ഈ ഗുരുതരമായ സംഭവം പുറത്തു വന്നപ്പോൾ അതിനുത്തരം പറയേണ്ട ബാധ്യത സമിതിയുടെ അധ്യക്ഷനായ മുഖ്യമന്ത്രിക്കും മന്ത്രി എന്ന നിലയിൽ വീണ ജോർജിനും അതുപോലെ ഈ ജനറൽ സെക്രട്ടറി അരുൺ ഗോപിക്കുമുണ്ട്. പക്ഷേ ഇവരാരും തന്നെ ഈ സംഭവത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഉള്ള ഒരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. 6 വയസ്സിന് താഴെയുള്ള 98 കുട്ടികളാണ് ഇവിടെയുള്ളത്. 6 വയസ്സിനും 18 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 49 കുട്ടികളും ഇവിടെയുണ്ട് അന്തേവാസികളായിട്ട്. 103 ആയമാരാണ് ഇവരെ നോക്കാൻ വേണ്ടിയുള്ളത്. ഇടത് സംഘടനയാണ് ഇവിടുത്തെ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയായി ഇപ്പോഴുള്ളത്. ഒരു കൊലക്കേസിലെ പ്രതിയാണ്. മണ്ണന്തല രഞ്ജിത്ത് കൊലക്കേസിലെ 4ാം പ്രതി വി അജികുമാറാണ് ഇവിടുത്തെ യൂണിയൻ ജനറൽ സെക്രട്ടറി. ആലോചിച്ച് നോക്കൂ, അനാഥരായ കുട്ടികൾ, ആരോരുമില്ലാത്ത കുട്ടികൾ, അതും 1 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷകരായി ഇരിക്കുന്നത്, അതിൻ്റെ യൂണിയൻ സെക്രട്ടറി ആയിരിക്കുന്നത് ഒരു കൊലക്കേസിലെ പ്രതിയാണെന്ന് വരുമ്പോൾ ഇപ്പോഴുണ്ടായ സംഭവത്തിൽ നാം അത്ഭുതപ്പെട്ടിട്ടോ ആശ്ചര്യപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല. ഇതിനപ്പുറവും അവിടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത കാലത്ത് ബാലസംഘം ക്യാമ്പിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയ
ഭാരവാഹിക്കെതിരെ ആരോപണമുയർന്നു. CPM സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ പരാതിയെത്തി. അന്വേഷണം നടത്തി ഈ കണ്ണില്ലാത്ത ക്രൂരത കണ്ടെത്തുകയും ചെയ്തു. പക്ഷെ ഒരു നടപടിയും ഉണ്ടായില്ല. എന്തായാലും ഈ സംഭവത്തിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതയ്ക്കാനും അവരുടെ പേരിൽ കേസെടുക്കാനും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനും ഒന്നും സർക്കാരിന് ഒരു മടിയും ഉണ്ടായില്ല. ശിശുക്ഷേമ സമിതിയുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ചോദിക്കാൻ ആരുമില്ല എന്ന് കരുതി നമ്മുടെ സമൂഹം നമ്മുടെ പുറമ്പോക്കിലേക്ക് വലിച്ചെറിഞ്ഞ ഈ ജീവിതങ്ങളെ, ആ ജീവിതങ്ങളുടെ സംരക്ഷണം ശരിക്കും നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ സമൂഹം സൂക്ഷിക്കേണ്ടതാണ്, സർക്കാർ സൂക്ഷിക്കേണ്ടതാണ്. അവിടെയാണ് ഈ കൊടുംക്രൂരത, കേട്ടുകേൾവി പോലുമില്ലാത്ത, ആശാൻ പറഞ്ഞതുപോലെ ഭാവത്തിൻ പരകോടിയിൽ അഭാവത്തിൻ പരിസ്ഫുരണം എന്ന് പറയുന്നത് പോലെ വാക്കുകൾക്ക് അതീതമാണ്, വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാൻ കഴിയാത്ത ഈ ക്രൂരത.